കാർഗിൽ യുദ്ധം തുടങ്ങുമ്പോൾ ഇന്ത്യൻ ഓഹരി വിപണിയായ സെൻസെക്സ് 4% ഇടിഞ്ഞത്. എന്നാൽ ഇന്ത്യ യുദ്ധം ജയിച്ചതോടെ സ്റ്റോക്ക് മാർക്കറ്റും വളരെയധികം ഉയർന്നു. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 60% വളർന്ന് സെൻസെക്സ് റെക്കോർഡ് ഇടുകയും ചെയ്തു. അതുപോലെ ഒരു സാഹചര്യമാണ് ഓപ്പറേഷൻ സിന്ദൂറും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യ ഓഹരി വിപണി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കുതിക്കുകയാണ് ഇപ്പോൾ. ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാക് ഓഹരി വിപണി താഴോട്ടേക്കാണ് ഇപ്പൊ പതിയുന്നത്. എന്നാൽ ഇന്ത്യൻ വിപണി ആവട്ടെ 1.5% നേട്ടത്തിലുമാണ്. അതിർത്തിയിലെ പ്രശ്നങ്ങൾ കത്തി നിൽക്കുന്ന ഇന്നലെയും ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിലാണ്. ചെറിയ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ച വിപണി അധികം താമസിയാതെ തന്നെ കരകയറുകയും ചെയ്തു. BSEയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ വിപണി മൂല്യം 421 ലക്ഷം കോടിയിൽ നിന്നും 423 ലക്ഷം കോടിയായി. ഒറ്റ ദിവസം കൊണ്ട് നിക്ഷേപകർക്ക് 2 ലക്ഷം കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. അതിർത്തിയിൽ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും വിദേശ നിക്ഷേപകർ ഇന്നും കൂട്ടത്തോടെ വാങ്ങലുകാർ ആയി. UK-യുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യ എത്തുകയും വിപണിക്ക് ഊർജം പകർന്നു. ചൈന നിരക്ക് കുറയ്ക്കുന്നതും US ഫെഡിന്റെ ബോണ്ട് വാങ്ങൽ നടപടി തുടങ്ങിയവയും ഇന്ത്യക്ക് തുണയായി മാറി. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭീകര കേന്ദ്രങ്ങൾ മാത്രമല്ല, സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് കൂടി തകർന്നിരിക്കുകയാണ് ഇന്ത്യൻ സൈനിക ഓപ്പറേഷനിലൂടെ. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഓഹരി വിപണി കുത്തനെ ഇടിഞ്ഞതോടെ പാകിസ്ഥാന്റെ ധനപ്രതിസന്ധി രൂക്ഷമാകുകയാണ്. പിന്നാലെ പാക് ധനകാര്യ മന്ത്രാലയത്തിന്റെ അടിയന്തര കൂടിക്കാഴ്ച വിശദീകരണം ഇറക്കിയെങ്കിലും വിപണിയിലെ നഷ്ടം പിടിച്ചു നിർത്താൻ സാധിക്കുന്നതല്ലായിരുന്നു. അതിനിടെ താൽക്കാലികമായി വ്യാപാരം നിർത്തിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ പ്രത്യാക്രമണത്തിന് പിന്നാലെ 6500 പോയിന്റുകളാണ്, അതായത് 6% കറാച്ചി ഓഹരി സൂചികയ്ക്ക് നഷ്ടമായത്. അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണിത്. നിക്ഷേപകർ കൂട്ടത്തോടെ വിറ്റൊഴിഞ്ഞു. പല സെക്ടറുകളിലും പരിഭ്രാന്തി വിൽപ്പന പ്രകടമാണ്, അതായത് പാനിക് സെല്ലിംഗ്. ഇന്ത്യയുമായുള്ള സംഘർഷം തുടർന്നാൽ പാകിസ്ഥാനിൽ വിദേശ നിക്ഷേപകർ പണമിറക്കാൻ മടിക്കുമെന്ന് വിവിധ റേറ്റിംഗ് ഏജൻസികൾ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം എടുത്ത വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ പാകിസ്ഥാന് തിരിച്ചടിയാവുന്ന നീക്കമാണിത്. $131 ബില്യൺ പാകിസ്ഥാന്റെ വിദേശ കടം. കഴിഞ്ഞ 2 വർഷമായി ലോകബാങ്ക് നൽകുന്ന സഹായത്തിലാണ് ഈ വായ്പയുടെ തിരിച്ചടവ്. ഇപ്പോൾ യുദ്ധ സാഹചര്യം വന്നതോടെ നിക്ഷേപകർ കൂട്ടത്തോടെ കാലുമാറുന്നത് ആത്യന്തികമായി ബാധിക്കുകയാണ് പാകിസ്ഥാനെ. അതേസമയം നേരത്തെ തന്നെ പാപ്പരായ പാകിസ്ഥാനിൽ യുദ്ധ സാഹചര്യം വന്നതോടെ വിലക്കയറ്റവും അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി. സമീപ വർഷങ്ങളിൽ വരൾച്ചയും വെള്ളപ്പൊക്കവും തുടർച്ചയായി പാകിസ്ഥാന് നേരിടേണ്ടി വന്നിരുന്നു. ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപാദനം വലിയ തോതിൽ ഇടിയാൻ ഇത് വഴിയൊരുക്കി. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചതോടെ ഭക്ഷ്യവസ്തുക്കളുടെ വില വലിയ തോതിൽ ഉയരുകയും ചെയ്തു. 1 കിലോ കോഴിയിറച്ചിക്ക് 1 മാസം മുമ്പ് ഇസ്ലാമാബാദിലെ വില 900 രൂപയായിരുന്നു. അതേപോലെ തന്നെ പാലിന് 150 രൂപയും. പഞ്ചസാരയ്ക്ക് പാകിസ്ഥാനിൽ ഇപ്പോൾ കിലോഗ്രാമിന് 180 രൂപ വരെ നൽകുന്നു. കറാച്ചിയിൽ വില കിലോഗ്രാമിന് 200 രൂപയിലെത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം കൊറ്റ പോലെയുള്ള ഉൾപ്രദേശങ്ങളിൽ പഞ്ചസാര കിട്ടാനേയില്ല. അവിടെ കരിഞ്ചന്തയിൽ 1 കിലോ പഞ്ചസാരയ്ക്ക് 650 രൂപ കൊടുക്കണം. 1 കിലോ ആട്ടയ്ക്ക് 400 രൂപയും. ചായപ്പൊടി ഇല്ലാതെ ജനം ചായ കൂടി നിർത്തി. ഇപ്പോൾ ചെറുനാരങ്ങയും വില കൂടിയ ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 250 ഗ്രാം ചെറുനാരങ്ങ ഇപ്പോൾ 234 പാകിസ്ഥാൻ രൂപയ്ക്ക് വിൽക്കുകയാണ്. അതേസമയം തേനിന്റെ വിലയും കുതിച്ചുയർന്നു. 500 ഗ്രാമിന് 550 മുതൽ 770 രൂപ വരെ വില. വിലക്കയറ്റം താഴ്ന്ന വരുമാനക്കാരെ കുടുംബങ്ങളുടെ നട്ടെല്ല് ഒടിച്ചിരിക്കുകയാണ് എന്ന് പാക് പത്രങ്ങൾ വ്യക്തമാക്കുന്നു. പാകിസ്ഥാനിലെ അടുക്കളയിലെ മറ്റൊരു ആവശ്യഘടകമായ നെയ് നിലവിൽ കിലോഗ്രാമിന് 2895 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. നെയ് അട്ടാരി ചെക്ക് പോസ്റ്റ് വഴിയാണ് പാകിസ്ഥാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മരുന്നുകളുടെയും വളങ്ങളുടെയും ക്ഷാമം സാമ്പത്തിക ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ അട്ടാരി അതിർത്തി അടച്ചുപൂട്ടിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരം നിർത്തിവെച്ചതുമാണ് വിലക്കയറ്റത്തിന്റെ ആക്കം കൂട്ടുകയുന്നത്. പാകിസ്ഥാനിലെ ഇന്ധന വിലയും കുതിക്കുകയാണ് ഇപ്പോൾ. പെട്രോളിന് ലിറ്ററിന് 252 രൂപയായി. നിലവിൽ $1 മൂല്യം 281 പാകിസ്ഥാൻ രൂപയ്ക്ക് തുല്യമായി മാറി. അതേസമയം ഇന്ത്യൻ രൂപയെ അപേക്ഷിച്ചും വളരെ കുറഞ്ഞ മൂല്യമാണ് പാകിസ്ഥാനി രൂപയ്ക്ക്. 0.30 പൈസ മാത്രമാണ് ഒരു പാകിസ്ഥാനി രൂപയുടെ നിലവിലെ മൂല്യം. ഇന്ത്യയുടെ ആക്രമണ പശ്ചാത്തലത്തിൽ
പൂഴ്ത്തിവെപ്പുകാർ വില ഉയർത്താനുള്ള സാധ്യത നിലനിർത്തുകയാണ്. ബലൂചിസ്ഥാനിലും അഫ്ഗാൻ അതിർത്തിയിലും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതും പാക് സർക്കാരിന് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.